ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ആസ്പെർ എഡ്യൂ ടിപ്സ്. നമ്മളിന്ന് പഠിക്കുന്ന ചില രാജാക്കന്മാരെ കുറിച്ചിട്ടാണ്. നമ്മൾ എക്സാംസിലൊക്കെ കണ്ടിട്ടില്ലേ, നിർമ്മിതികളുടെ രാജകുമാരനാര്, ആത്മകഥകളുടെ രാജകുമാരനാര്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ നമുക്കിതിൽ ചില രാജാക്കന്മാരെ കുറിച്ച് നോക്കാം. ക്ലാസ്സിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ്. എന്നാൽ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്തതായിട്ട് സത്യാഗ്രഹികളുടെ രാജകുമാരൻ. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഗാന്ധിജിയാണ്. പക്ഷെ ഗാന്ധിജി അല്ല, യേശുക്രിസ്തുവാണ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. കൊള്ളക്കാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് റോബിൻഹുഡ് ആണ്. നമ്മൾ റോബിൻഹുഡ് മൂവി ഓർത്താൽ മതി, അതിൽ നമ്മൾ കണ്ടിട്ടില്ലേ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കൊള്ളക്കാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റോബിൻഹുഡ് ആണ്. ശേഷം നിഴലുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് റംബ്രാൻഡ് ആണ്. നമ്മുടെ നിഴലുകൾ ഭയങ്കര ബ്രാൻഡഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം നിഴലുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് റംബ്രാൻഡ് ആണ്. ഒപ്പം ആത്മകഥകളുടെ രാജകുമാരൻ, നമ്മൾ മുഗൾ ചക്രവർത്തിമായി പറയില്ലേ, അതിനകത്ത് ബാബറാണ് ആത്മകഥകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. 3 പറഞ്ഞു. ഏതൊക്കെയാണ്? റോബിൻഹുഡുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത്? കൊള്ളക്കാരുടെ രാജകുമാരൻ. നിഴലുകളുടെ രാജകുമാരൻ ആരാണ്? റംബ്രാൻഡ് ആണ്. ഓക്കെ. തേർഡ് വൺ ഏതാ? ആത്മകഥകളുടെ രാജകുമാരൻ ബാബറാണ് ആത്മകഥകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. ചിത്രകാരന്മാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് റാഫേൽ ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് തത്വചിന്തകരിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ ആണ്. ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് കോൾ ഫ്രെഡറിക് ഗോസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതാണ് അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗോഖലെയാണ്. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ ആരാണ്? ഗോഖലെ. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കവികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് കാളിദാസനാണ്. ശില്പികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഷാജഹാൻ ആണ്. സഞ്ചാരികളുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മാർക്കോ പോളോ ആണെങ്കിൽ തീർത്ഥാടകരുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹുയാൻ സാങ് ആണ്. സാഹസികന്മാരുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ടെൻസിംഗ് നോർഗയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണെന്ന്. അടുത്തത് നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. എങ്ങനെയാണ്? ഒന്ന് നോക്കാം. നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന് ചോദിച്ചാൽ ഫിറോസ് ഷാ തുഗ്ലക്കും, നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന് ചോദിച്ചാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കുമാണ്.